നിന്റെ കുട്ടിയെ എയർ ഫ്രയറിലിട്ട് ചുട്ട് തിന്നോ? ഭയങ്കര ഒരു കമന്റാണ്. നമുക്ക് ഈ കമന്റിനെയാണ് നമുക്ക് ആക്ച്വലി ഇവിടെ ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. നാശം പിടിച്ചവൻ കുട്ടിയെ എയർ ഫ്രയറിലിട്ട് ചുട്ട് തിന്നു. ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. വളരെ റെലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ്. പിഞ്ച് കുഞ്ഞുങ്ങളടക്കം ഇത്രത്തോളമൊക്കെ മോശമായ വാക്കുകൾ പറയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള സാഡിസ്റ്റുകൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ്. നമുക്ക് ആഹാരം, ഇപ്പോൾ മലയാള യൂട്യൂബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു മലയാളി എന്നുള്ള നിലയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു ചാനലാണ് ബൂം ഭ എന്ന് പറയുന്ന ചാനൽ. ഞാനൊക്കെ ആ ചാനൽ എന്നോ, അത് തുടക്കകാലത്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിൽ ഒരാളാണ്. അത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോയുടെ പ്രസൻറ്റേഷനും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുള്ള സംഭവങ്ങൾ പച്ചയായിട്ട് തന്നെ സംസാരിച്ച് വളരെ എന്ന് വെച്ചാൽ ഒത്തിരി ഇൻഫർമേഷൻസ്, സയൻറ്റിഫിക്കലായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്കൊക്കെ ഉണ്ടായിരുന്ന ഈ എന്താണ് ചില ഇറച്ചി അഥവാ മറ്റുള്ള സംഭവങ്ങൾ അതിനോടുള്ള എന്താണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെന്നടക്കം പറഞ്ഞു തരുന്ന വളരെ നല്ലൊരു യൂട്യൂബ് ചാനൽ. നമുക്ക് വളരെ ഇൻഫോർമേറ്റീവാണ് ആ ചാനൽ. അദ്ദേഹത്തിന് 2 കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ആ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്ന സംഭവത്തിനകത്ത് ഹൈപ്പോ തൈറോയിഡിസം എന്നൊരവസ്ഥ കുട്ടിക്ക് ഉണ്ടാകുന്നു. ട്വിൻ ആണെന്ന് മനസ്സിലാക്കുന്നു. അതിനകത്ത് ഹൈപ്പോ തൈറോയിഡിസം എന്നുള്ളൊരവസ്ഥ. അപ്പോൾ ആ ഒരു ഇത് അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ പറയുന്നു. ന്യൂ ബോൺ ബേബിക്ക് ഹൈപ്പോ തൈറോയിഡിസം എന്ന് വെച്ചാൽ ഹൈപ്പോ, ഈ 2 കാര്യത്തിനെ കുറിച്ച് ടെർമിനോളജി ചിലപ്പോൾ തെറ്റിദ്ധരിക്കരുത്. അതായത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോഴേക്കും ആവശ്യത്തിന് തൈറോയിഡ് ഗ്രന്ഥി, ആവശ്യത്തിന് തൈറോയിഡ് ബോഡിയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാത്തതിൻ്റെ ഒരു സംഭവമാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഡയബറ്റീസിനും മറ്റുള്ള പല ഗ്ലൈസിമിക് കണ്ടീഷനകത്ത് ഹൈപ്പോ എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് പല മെഡിക്കൽ കണ്ടീഷനാണ്. അപ്പോൾ ഈ ഹൈപ്പോ തൈറോയിഡിസം എന്ന് വന്നൊരു സംഭവം ഒറ്റ കാര്യം അദ്ദേഹം വന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. അതിനുശേഷം അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ പറച്ചിലുകൾ. നിങ്ങൾക്ക് എന്ത് ഭക്ഷണമാണ് ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. മതപരമായിട്ടുള്ള വിശ്വാസികൾക്ക് ചില ഭക്ഷണങ്ങളൊക്കെ വർജ്യമാണ്, അവരത് കഴിക്കണ്ട. പക്ഷെ അദ്ദേഹം എന്ത് ഭക്ഷണവും കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത കുറേയധികം ആൾക്കാർ, അത് മതപരമായിട്ടുള്ള രീതിയിൽ തന്നെ അദ്ദേഹത്തിനോട് എതിർപ്പുള്ള ആൾക്കാരുണ്ട്. എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്നിട്ടുള്ളൊരു വീഡിയോയ്ക്കകത്ത് വിശദവും വ്യക്തമായിട്ട് തന്നെ പച്ചത്തെറിയൊക്കെയാണ്. കുഞ്ഞുങ്ങളെയൊക്കെ പറയാനൊക്കെ എന്തൊരു ഉളുപ്പില്ലാത്തവന്മാരൊക്കെയാണ് ഇത് പറഞ്ഞേക്കുന്നതാണ്. ഈ പുള്ളിയുടെ കമന്റ് ഞാൻ പേരടക്കിട്ടിട്ടാണ് വായിക്കുന്നത്. ഇത് കുറച്ച് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വായിക്കുന്നത്. അത് ഒറിജിനൽ പേരാണോ പുള്ളിയുടെ ഉടായ്പ പേരാണോ എന്ന് എനിക്കറിയില്ല. ഇൻസ്റ്റാഗ്രാമിൽ പുള്ളി എനിക്ക് ബാക്ക് ചാനലിൽ DM അയച്ചിട്ടുള്ളതാണ്. വിഷ്ണു PR ട്ടാ. കുട്ടിക്ക് മാറാരോഗമാണെന്ന് കേട്ടു. അതെ, ആലോചിച്ച് നോക്കണം. കുട്ടിക്ക് മാറാരോഗമാണെന്ന് കേട്ടു. കുട്ടിക്ക്, ഒരു പിഞ്ച് കുഞ്ഞിന്, അതായത് അദ്ദേഹം ഇപ്പോൾ ഒരു അച്ഛൻ, അതൊരു ഒരു കുട്ടിയുണ്ട്, മോളുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഈ 2 കുഞ്ഞുങ്ങൾ ജനിച്ചതിൻ്റെ അകത്ത് ആ ഒരു കുട്ടിക്ക് മാറാരോഗമാണ്, ഹൈപ്പോ തൈറോയിഡിസം എന്നുള്ള കണ്ടീഷനാണ്. ആ ഒരു കണ്ടീഷനെ പോലും അത്രയും അധപ്പതിച്ച നീചമായ മനസ്ഥിതിയോടുകൂടി അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുകയാണ് ഇൻബോക്സിൻ്റെ അകത്ത്. എന്തൊരു സന്തോഷം, ഒരു കുട്ടിക്ക്, ഒരു പിഞ്ചു കുഞ്ഞിന് ഒരു ഹൈപ്പോ തൈറോയിഡിസം ആ ഒരു അവസ്ഥ. അതൊക്കെ മെഡിക്കൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ അതൊക്കെ അവർ ട്രീറ്റ് ചെയ്ത് അവർ ശരിയായിക്കോളും. അവരാരോടും പറഞ്ഞില്ല ഞങ്ങളുടെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ സഹായിക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം അതൊന്നും പറഞ്ഞിട്ടില്ല. ഇത് മറ്റുള്ള കുട്ടികൾക്ക് ഉണ്ടാവാതിരിക്കാനും അങ്ങനെ അഥവാ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളടക്കം ഒരു ഇൻഫർമേഷൻ വളരെ നന്നായിട്ടൊരു വീഡിയോ പ്രസൻറ്റ് ചെയ്തു. ആ ഒരു കാര്യത്തിൻ്റെ ഇത് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഇൻബോക്സിനകത്തിട്ടേക്കുന്ന മെസ്സേജാണ്, കുട്ടിക്ക് മാറാരോഗം വന്നു, എന്ത് സന്തോഷം. അദ്ദേഹം എനിക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും ഓൾറെഡി ഒരു പ്രശ്നമില്ല. ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് നാട്ടിലുള്ള നാട്ടുകാർ മുഴുവൻ നമ്മളെ പറ്റിയിട്ട് നല്ലതെന്നല്ല പറയുന്നത് നന്നായിട്ട് അറിയാം. നല്ലത് പറഞ്ഞാലും പൊട്ട പറഞ്ഞു കഴിഞ്ഞാലും ഈ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് നമ്മുടെ കാര്യം നോക്കി ഇങ്ങനെ പോകണം. എല്ലാവരും പ്ലീസ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള തുറന്ന ധാരണ, ഉറപ്പ് ധാരണ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ചാനലിൽ ഇതേപോലെ നടത്തി നമ്മൾ കൊണ്ടുപോകുന്നത്. തുടർന്നും ഇത്തരത്തിലുള്ള നമുക്ക് നല്ലതെന്ന് തോന്നുന്നതും സമൂഹത്തിന് ഒരു പക്ഷേ നല്ല കമന്റിനെയാണ് നമുക്ക് ആക്ച്വലി ഇവിടെ ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. നാശം പിടിച്ചവൻ കുട്ടിയെ എയർ ഫ്രയറിലിട്ട് ചുട്ട് തിന്നു. ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ. അദ്ദേഹത്തിന് പറയാം, പോവുക, ആ പിഞ്ചു കുഞ്ഞിന് എയർ ഫ്രയറിലിട്ട് മറ്റേ ചുട്ട് തിന്നു. അങ്ങനെയൊക്കെ അത് എങ്ങനെ കഴിയുന്നു, എങ്ങനെ പറയാൻ പറ്റുന്നു, എങ്ങനെ കഴിയുന്നടേ? എന്തൊരു. ഇപ്പോൾ അടുത്തത് കുഞ്ഞിഞ്ഞിരുന്ന് സ്വയം ഊമ്പി നോക്ക്. കുട്ടിക്ക് പാറാനൊക്കെ. അപ്പോൾ ഒരാളെന്നെ അഗെയിൻ ഒരു വ്യക്തിനെ കുട്ടീനെയൊക്കെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചങ്കിടിക്കും എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇപ്പം എന്നെ എല്ലാ വിധത്തിലൊക്കെ ടാർഗറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ തെണ്ടി എന്താണെങ്കിലും മെനയുള്ള ഒരുത്തനല്ല. എന്നാൽ പിന്നെ മുടിഞ്ഞോൻ്റെ കുട്ടീനെ മേലേക്ക് അങ്ങോട്ട് പണ്ടാറടങ്ങാം, അപ്പോൾ അവന് നെഞ്ഞു വിട്ടില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ അങ്ങനെ ട്രിഗർ ചെയ്യാനായിട്ട് പുള്ളിയിട്ടുള്ളത്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു കുട്ടിയെ നിന്റെ എയർ ഫ്രയറിലിട്ടിട്ട് ചുട്ടു തിന്നോ എന്ന് ചോദിക്കുന്ന ഒരു കമൻറ്റ് ഭയങ്കര ടോക്സിക്കാണ്. ഭയങ്കര ടോക്സിക് എന്നല്ല, നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ ഭയങ്കര മാന്യമതി, ഭയങ്കര പുരോഗമനം, വലിയ വർത്തമാനം, വലിയ സംഭവങ്ങൾ, ഡയലോഗുകളൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ പറയുന്ന നമ്മൾ മനുഷ്യരാണ്.
നമ്മൾ ജീവിക്കുന്ന നമുക്ക് ചില വ്യക്തിപരമായിട്ടുള്ള ചില അധികം സന്തോഷങ്ങളിൽ നമ്മൾ മുഴുകി നിൽക്കുന്നു, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ലൈഫിൻ്റെ അകത്തുള്ള കുറേ അധികം കാര്യങ്ങളെന്ന് പറയുന്നത് ആ ഒരു ഘടകത്തിൻ്റെ അകത്തേക്ക് കടന്നു കയറി അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണാവോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക? എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നിങ്ങൾ ആലോചിക്കുക, സാധാരണ ഒരു മനുഷ്യൻ, നിങ്ങൾ ഒരു മനുഷ്യനെ എത്ര വെറുത്തോ അല്ലെങ്കിൽ ഒരാളെ അവരെ തന്നെ നിങ്ങൾ ഇത് തേടി വിളിച്ചോ, പക്ഷെ അവരുടെ ഒരു വെറും 6 ആഴ്ച പ്രായമായ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ അല്ലെങ്കിൽ ഒരു വയസ്സായ ഒരു കൊച്ചിൻ്റെ ഒക്കെ മുഖത്ത് നോക്കിയിട്ട് ആ കൊച്ചിനെ ചുട്ടു തിന്നോ അല്ലെങ്കിൽ ആ കൊച്ചിനെ അബ്യൂസീവായിട്ട് തെറി വിളിക്കുക, അങ്ങനെ നിങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടായിരിക്കും. ഭയങ്കര തലയിലെ സാമാന്യ ബോധമുള്ള ചെയ്യാൻ പറ്റില്ല. എത്ര ദേഷ്യത്തിന്റെ ഇതിലാണെങ്കിലും അങ്ങനെ ഒരു ടെറർ ആക്ടിവിറ്റിയാണ്, ടെറർ ആക്ടിവിറ്റി എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെയാണ് അങ്ങനെ നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ആ ഒറ്റ കമന്റ് മതി നിങ്ങൾ തന്നെ ഇന്ന് ആജീവനാണെന്ന് നിങ്ങൾ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആ രീതി. കാരണം ബിക്കോസ് യു ആർ ആക്ച്വലി ഒരു ഫാമിലിനെ ടാർഗറ്റ് ചെയ്തിട്ട് അവരെന്നെ ഇമോഷണലി ഡാമേജ് ചെയ്യാണ് എന്നാണ് ഇവിടെ കേസ്. ഈ പുള്ളി ഞാൻ പറഞ്ഞില്ലേ, ആ പുള്ളിയുടെ മനസ്സിൻ്റെ വലിപ്പവും പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു എത്തീസ്റ്റ് ലെവലുള്ള ഒരാളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആശയത്തിൻ്റെ അടിത്തറ, അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ്, ഇതൊക്കെ പല വീഡിയോസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യമാണ്. സത്യം പറഞ്ഞാൽ വെറുതെ ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരാളല്ല. അദ്ദേഹത്തിന് വേറെ എന്തോ അവിടെ വലിയൊരു ജോലിയും മറ്റുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ടീമായിട്ടാണ് ഈ ഒരു ചാനൽ റൺ ചെയ്തുകൊണ്ട് പോകുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും മറ്റുള്ള ആൾക്കാരൊക്കെ അവിടെ വരുന്നു. അദ്ദേഹം എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നീറ്റായിട്ട് അത് കാണിച്ചു തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിൽ വന്നതിന് ശേഷം നാട്ടിലും ഒക്കെ ഇറങ്ങിപ്പോയിട്ട് അവിടുത്തെ പല കാര്യങ്ങളൊക്കെ കാണിച്ച്, സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീഡിയോസിൻ്റെ അകത്തൊക്കെ ഒരു നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന കുറേ അധികം എലമെൻറ്റ്സ് ഉണ്ട്. വെറുതെ ഒരു വേസ്റ്റ് ചാനലൊന്നുമല്ല, വളരെ നല്ലൊരു ചാനലാണ്. ഈ സംസാരം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും പുള്ളിക്കാരൻ്റെ ക്വാളിറ്റി ആൻഡ് ഡീസൻസി. ഞാൻ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഇമോഷണലി നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇമോഷണലി ഭയങ്കര ബ്രേക്ക് ഡൗൺ ആയിട്ട് ചിലത് കാണിച്ചു കളയും. പക്ഷെ അദ്ദേഹം നോക്കൂ എന്ത് പക്വതയോടുകൂടിയാണ് വിഷയത്തിന് ഹാൻഡിൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അത് എന്തുമാത്രം മോശമായിട്ടുള്ള കാര്യമാണ്. ആ വ്യക്തിയെ വളരെയധികം ടാർഗറ്റ് ചെയ്ത് ആ വ്യക്തിക്കെതിരെ ഒരു അധിക്ഷേപം പറയാതെ, എന്നാൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ആ ഓഫൻസിനെ കറക്റ്റായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള, സത്യം പറയാനുണ്ടല്ലോ, ആ ഒരു ക്വാളിറ്റി നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. അതാ പുള്ളിയുടെ ഒരു മഹത്വം. ഞാൻ എന്താ പറഞ്ഞത്, പുള്ളിയുടെ ആ ഒരു വലിപ്പമാണത്. എൻ്റെ കുട്ടീനെ നിങ്ങൾ എന്താ പറയുക, എനിക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും കോളിലേക്കും ഒരു പ്രശ്നമില്ല. ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് നാട്ടിലുള്ള നാട്ടുകാർ മുഴുവൻ നമ്മളെ പറ്റിയിട്ട് നല്ലതൊന്നല്ല പറയുന്നത് നന്നായിട്ട് അറിയാം. നല്ലത് പറഞ്ഞാലും പൊട്ട പറഞ്ഞു കഴിഞ്ഞാലും ഈ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് നമ്മുടെ കാര്യം നോക്കി ഇങ്ങനെ പോകണം. എല്ലാവരും ബേസിൽ പിടിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള തുറന്ന ധാരണ, ഉറപ്പ് ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ചാനലിനെ ഇതേപോലെ നടത്തി നമ്മൾ കൊണ്ടുപോകുന്നത്. തുടർന്നും ഇത്തരത്തിലുള്ള നമുക്ക് നല്ലതെന്ന് തോന്നുന്നതും സമൂഹത്തിന് ഒരു പക്ഷേ നല്ലത്. ഞാൻ പറഞ്ഞില്ലേ, ലോട്ട്സ് ഓഫ് റെസ്പെക്റ്റ്. ഒരു മനുഷ്യൻ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യം പുള്ളിക്കാരൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട്, പുള്ളിയുടെ ഏറ്റവും വളരെ പേഴ്സണലായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റുള്ള സ്വന്തം കുഞ്ഞുങ്ങളെ ഏറ്റവും റീസെൻ്റായിട്ട് ജനിച്ച് ദിവസങ്ങൾ മാത്രമായ കുട്ടിയെ പോലും പറഞ്ഞതിന് ആ പുള്ളിക്കാരൻ അവയർനെസ് പോലൊരു വീഡിയോ എടുത്തിട്ട് ആ പുള്ളി അഥവാ ഈ കമൻ്റ് ഇട്ടവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോലത്തെ ഒരു സംഭവം ചെയ്യണമെങ്കിൽ അയാൾ ചില്ലറ മാനസികമായിട്ടുള്ള കട്ടി എന്നുള്ള ആളായിരിക്കത്തില്ല. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എന്നുള്ള സംഭവത്തിനകത്ത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മളെ വളരെയധികം ടാർഗറ്റ് ചെയ്ത് മോശമാക്കി വല്ലാത്ത രീതിയിലേക്ക് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇമോഷണലി ഡൗൺ ആയി പോകുന്നത് പോലും അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളൊരു കാര്യം കൂടെ പഠിക്കാൻ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കുറച്ച് നേരത്തെ സംഭാഷണം നിങ്ങൾക്കും എനിക്കും ചിലപ്പോൾ ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. സീരിയസ്ലി നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവാതെ അവിടെ എങ്ങനെ സംയമനം പാലിച്ചതിനെ എങ്ങനെ നേരിടണം എന്നുള്ളൊരു കാര്യം അത് പറയുന്നത് വ്യക്തവും ശക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും ഭയങ്കര പാടാടേ ഒന്ന കുഞ്ഞിനെയൊക്കെ ഇത്രത്തോളമൊക്കെ പറഞ്ഞിട്ട് ആ വ്യക്തി അങ്ങനെയുള്ളവന്മാർ. ഓക്കെ, ഞാനൊരു മുസ്ലിം മതവിശ്വാസിയാണ്. ചിലത് കഴിക്കണ്ട എന്ന് മതം പഠിപ്പിക്കുന്നു. എൻ്റെ ഒരു മതവിശ്വാസി എന്ന നിലയ്ക്ക് ഞാൻ ഫോളോ ചെയ്യുന്നു. പക്ഷേ കഴിക്കുന്നവരെ കുറ്റം പറയാനോ തെറി വിളിക്കാനോ എൻ്റെ മതം പഠിപ്പിക്കുന്നില്ല. ഞാൻ എല്ലാ വീഡിയോസും കാണും, കഴിക്കണോ വേണ്ടെന്നുള്ളത് എൻ്റെ തീരുമാനം. ഞാൻ ഇന്നും പോർക്ക് കഴിച്ചിട്ടിരിക്കുന്ന ആളാണ്. ഞാൻ ബീഫ് കഴിക്കുന്ന ആളാണ്. ഞാൻ അത്യാവശ്യം എല്ലാ തരത്തിൽ തിരിഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഈ രാജ്യത്ത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന എല്ലാ സാധനങ്ങളും കഴിക്കുന്നതാണ്. ഓക്കെ, കഴിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. പിന്നെ അതാ പറഞ്ഞേ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് കഴിക്കാൻ താല്പര്യമുള്ള നമുക്ക് കഴിക്കാം, നമുക്ക് കഴിക്കാൻ താല്പര്യമില്ല മറ്റൊരാൾക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം അവർ കഴിക്കണ്ട, അത്രേ ഉള്ളൂ. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് നമുക്ക് ഇന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നമുക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന മീറ്റാണ് പിഗിൻ്റെ മീറ്റ്, അതായത് നമ്മുടെ ഈ പന്നി മാംസം. അത് നമുക്ക് നമ്മുടെ ഇസ്ലാം മതമൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അത് ഹറാമാണ്, അവർക്കത് കഴിക്കാൻ പറ്റത്തില്ല, അവരുടെ വർജ്യമാണ്. അവരുടെ നിയമപരമായിട്ട് മതപരമായിട്ടത് അവരുടെ മതസംഹിതയിൽ അത് വർജ്യമാണ്, അതുകൊണ്ട് അവർ കഴിക്കാറില്ല. എന്നാൽ ഈ മതം വിട്ടവരും അതോടൊപ്പം തന്നെ അന്യമതസ്ഥരും അത് കഴിക്കുന്നവർ കഴിക്കാം. ചില മതത്തിലുള്ള ആൾക്കാർക്ക് പോലും അത് കഴിക്കാറില്ല, വേറൊരു കാര്യം. പിന്നെ നമ്മുടെ ബീഫ്, അത് നമ്മുടെ പശുമാംസം. ബീഫ് എന്നുള്ളത് പശുമാംസം കഴിക്കാൻ വേണ്ടി, പോത്ത് കഴിക്കാം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പശുമാംസം വർജ്യമാണ്, അത് കഴിക്കാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യത്തിൽ ഉൾപ്പെടുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് കൂടെ ചിന്തിക്കണം.
പോട്ടെ, എന്തൊക്കെ ആയിക്കൊണ്ട് പോട്ടെ, അവനവന് ഇഷ്ടമുള്ളത് കഴിക്കുക. അദ്ദേഹത്തിൻ്റെ ചാനലിനകത്ത് ഒരു ബഹുഭൂരിശം വീഡിയോയ്ക്കകത്തും ഈ പന്നി മാംസം അഥവാ പന്നി ഇരുത്തി പൊരിച്ചത് നിർത്തി പൊരിച്ചത് നടക്കും വാവ് എന്ന് ആ പുള്ളിയുടെ കുറേ വാക്കുകളൊക്കെ ഉണ്ട്. റെഡി ഭൂം പാ എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര രസമാണ്. ആ പന്നിയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഫ്രൈ ആയിട്ടൊക്കെ ഇത് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അറിയാത്ത വായിൽ വെള്ളം ഓടും. ഉള്ള കാര്യം ഞാൻ പറയാം. ഞാൻ കഴിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ദയവായി എൻ്റെ തെറി പറയരുത്. ഞാൻ കഴിക്കുന്ന ഒരാളാണ്. ഇപ്പം ആലോചിച്ചപ്പോൾ തന്നെ കൊതി വരുന്നു. ആവട്ടെ. അപ്പം ഇതാ സംഭവം. നമ്മുടെ ഈ പോർക്കിൻ്റെ ഒക്കെ പുറത്തുള്ള ഹലുവ പീസ് പോലെയൊക്കെ ഇരിക്കും. കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടല്ല, കഴിക്കുന്നവർക്കറിയാം. അത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ അപ്പം അത് ചില മതപരമായിട്ടുള്ള ആൾക്കാർ ട്രിഗർ ചെയ്യുന്നത് പോലെ അതുകൊണ്ട് അദ്ദേഹത്തിന് തെറിവിളി കുറേ കാലം കേട്ടിരുന്നു, എനിക്കറിയാം മുൻകാലങ്ങളിൽ. അപ്പോൾ ഇപ്പോഴും അതിൽ വ്യത്യസ്തമല്ലാത്ത രീതിയിൽ പലതരത്തിലുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പുള്ളി പറയുന്നൊരു കാര്യം, പുള്ളി പ്രത്യേകിച്ച് ഒരു മതത്തിനെ പുകഴ്ത്തി പറയുമോ മതത്തിനെ ഉയർത്തി പറയുമോ ഒന്നുമില്ല. ആശയപരമായിട്ട് പുള്ളിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അത് പുള്ളി പറയാൻ പുള്ളി എത്തിസ്റ്റ് ആണ്, നിരീശ്വരവാദി എന്നുള്ള രീതിയിൽ എടുക്കാം. അതിനും അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ നല്ലൊരു മനുഷ്യനാണ്, മനസ്സിലാവുന്നുണ്ട്. അത് ഒരു മുൻകാലങ്ങളിൽ അതിപ്പോഴും ഉണ്ടോ എന്നറിയത്തില്ല. കുറച്ചായി അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഈ ഒരു കോൺട്രവേഴ്സി വന്നപ്പോഴാണ് ഇപ്പം ഞാനിത് കണ്ടത്. മുമ്പാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ തുടക്കത്തിൽ തന്നെ ചിൽഡ്രൻസിന്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ ഒരു തുടക്കത്തിൽ തന്നെ ഒരു സംഭവങ്ങൾ കാണിക്കും. അതിപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. റീസെൻ്റായിട്ട് കുറച്ച് നാളായി കണ്ടിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു സംഭവം വന്നത് ജസ്റ്റ് കാണാനിടയായി, ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി 2 ദിവസം മുമ്പ്. സോ ഗൈസ്, നമ്മൾ ഒരാളെ നമുക്ക് തീരെ താല്പര്യമില്ല എന്ന് കരുതിയിട്ട് അവരുടെ കുഞ്ഞിനെയും ആ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള പൊടി കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ള മാത്രം തരം താഴ്ന്ന വൃത്തികെട്ട മനസ്ഥിതി ഉണ്ടെങ്കിൽ നിങ്ങളും അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരൊന്നും അങ്ങനെ പറയുന്നത് എനിക്ക് ഉറപ്പാണ്. നിങ്ങളാരും അങ്ങനെ പറയത്തില്ല. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റുക എന്നുള്ളതാണ്. കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞവർക്ക് ഒരു കേസ് ഫയൽ ചെയ്യുക, വെറുതെ വിടരുത്. ഒരുത്തനെയും ചുട്ട് തിന്നാൻ പറഞ്ഞവനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. ഇല്ലെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിനെയും സമൂഹത്തിനും വലിയ ആപത്താണ്. എന്തിന് ഈ ഭൂമിക്ക് തന്നെ ആപത്താണ്. പ്ലീസ്, എൻ്റെ അപേക്ഷയാണ്. ഏറ്റവും രസകരമായ ഇത്തരത്തിൽ കമൻറ്റുകൾ ഇടുന്നവർ ഒക്കെ ഭയങ്കര ദൈവവിശ്വാസികൾ ആണ് എന്നുള്ളതാണ്. ഐ റിയലി ലൈക്ക് ദ എക്സ്പ്ലനേഷൻ ആൻഡ് ദ വേ യു റിപ്ലൈ. ഹാറ്റ്സ് ഓഫ്, കീപ് ഗോയിങ്. എനിക്കും അത്രേ പറയാനുള്ളൂ, അത്രേ തന്നെ പറയാനുള്ളൂ. പുള്ളി അത്രയും മെച്യൂരിറ്റി ലെവൽ നമ്മളെ കൊണ്ടൊന്നും പറ്റാത്ത ആ ഒരു ലെവലിലുള്ള ഒരു മനുഷ്യനാണ്. തെളിയിച്ചു വീണ്ടും എഗെയിൻ അദ്ദേഹം. എന്തായാലും ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ വൈഫിനും അദ്ദേഹത്തിനും ഒക്കെ സത്യം പറഞ്ഞാൽ നല്ലത് വരട്ടെ. എനിക്കത്രേ പറയാനുള്ളൂ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നമുക്കൊരു സഹജീവിയോട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അവർക്ക് നല്ലത് വരട്ടെ എന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നല്ലത് വരട്ടെ ചിന്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവരുടെ കാര്യത്തിലേക്ക് കടന്നു കയറിയിട്ട് ചുമ്മാ അവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ്. ചില പ്രത്യേക സാഹചര്യങ്ങൾ, ഇപ്പോൾ മരണ വീട്ടിൽ പോയതിനു ശേഷം പോയിട്ട് നമുക്ക് വഴക്കിടാനും ബഹളം വയ്ക്കാനും തോന്നുന്നെങ്കിൽ നമുക്ക് എന്തോ പ്രശ്നമുണ്ട്. കല്യാണ വീട്ടിൽ കല്യാണ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനിടയിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തോ പ്രശ്നമുണ്ട്. ഓരോരുത്തർ ഓരോ സാഹചര്യങ്ങൾ നോക്കി മനസ്സിലാക്കി പെരുമാറുക എന്നുള്ള കാര്യം മനുഷ്യന് ഉള്ളതുകൊണ്ടാണ് മനുഷ്യൻ വിവേകമുള്ള ജീവി എന്നുള്ളതും സവിശേഷ സ്വഭാവം മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ഇതുള്ളത് നമുക്ക് വിവേകം ഉള്ളതുകൊണ്ട് തന്നെയാണ്. സോ അതില്ലാത്തവന്മാർ മൃഗങ്ങളെക്കാട്ടി തരം താഴ്ന്ന പ്രവൃത്തി കാണിക്കുമ്പോൾ ഒന്നും പറയാനുമില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബൂംപാ ചാനലിലെ ചേട്ടൻ്റെ ആ ചാനലിനെ കുറിച്ച് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇനി ഈ നമ്മുടെ വിവിധ തരം ഇറച്ചികളുടെ കാര്യം പറഞ്ഞു, നിങ്ങളൊരു വിശ്വാസിയാണെന്ന് വെച്ചേക്കുക. മറ്റ് ആൾക്കാരത് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഒഫൻഡായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുമോ? അതോ അവർ കഴിച്ചോട്ടെ, അത് അവരുടെ ഇഷ്ടമല്ലേ എന്ന് തോന്നുന്നു? എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്ന ഗൈസ്, ബൈ.